ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഗം ഗണപതയേ നമഃ. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു വിഷ്ണു ഭക്തയായ ഒരുവളുടെ ഒരു എളിയ പരിശ്രമമാണ് ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ വിഷ്ണു കൃതികൾ എല്ലാവരിലും പകർന്നു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. എന്നേക്കാൾ അറിവുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നാൽ എല്ലാം ക്ഷമിച്ച് എനിക്ക് എവിടെയാണോ തെറ്റിയത്, എന്താണ് തെറ്റിയത് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ച് എന്നെ കുറച്ചുകൂടെ നല്ലൊരു ഭക്തയായി വാർത്തെടുക്കാൻ എല്ലാ ഗുരുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ നാരായണീയം ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും അതുപോലെ തന്നെ നാരായണീയം പഠിച്ചു കഴിഞ്ഞിട്ടും നന്നായി ചൊല്ലാൻ കഴിയാത്തവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ എൻ്റെ ഗുരുക്കന്മാരോട് അഭ്യർത്ഥിക്കുന്നത്. ഭഗവത് കൃപയാൽ മാത്രമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഒരു മുടക്കവും കൂടാതെ നടക്കുന്നത്. ഈ ഒരു കർമ്മവും അതിനേക്കാൾ നന്നായി നടക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹ ആശീസ്സുകളോടെ ഞാൻ ആരംഭിക്കട്ടെ. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ അമ്മയിൽ നിന്ന് തുടങ്ങാം. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യ ഗുരുവായ അമ്മയെ മനസ്സിൽ കാണാം. അമ്മ അടുത്തുള്ളവരാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം നേരിട്ട് വാങ്ങാം. രണ്ടാമതായി നമുക്ക് നമ്മുടെ പിതാവിനെ വണങ്ങാം. രണ്ടുപേരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കവരെ മനസ്സിൽ ഓർമ്മിക്കാം. നമുക്ക് ജീവൻ പകർന്നു തന്നവരാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം തന്ന് നമ്മളെ അനുഗ്രഹിച്ചവരാണ്. മൂന്നാമതായി നമ്മുടെ ഗുരുക്കന്മാരെ സ്മരിക്കാം. ആദ്യമായി നമ്മുടെ നാവിൽ അക്ഷരം എഴുതി തന്നവർ മുതൽ നമ്മൾ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിനൊക്കെ കാരണഭൂതരായ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. എല്ലാവരെയും നമുക്ക് മനസ്സാൽ സ്മരിക്കാം. പ്രണവമന്ത്രത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രണവമന്ത്രമാണ് ഓം. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കളയുക. 3 തവണ ചെയ്യണം അങ്ങനെ. ഓ ഓ ഓ. അതിനുശേഷം നമുക്ക് പ്രഥമദേവനായ ഗണേശ്വരനെ സ്മരിക്കാം. പിന്നീട് സരസ്വതി ദേവിയെ, അങ്ങനെ ഓരോ ദേവതകളെയും നമ്മൾ സ്തുതിക്കണം. നമുക്ക് തുടങ്ങാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗം ഗണപതയേ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഓം ശ്രീ സുബ്രഹ്മണ്യായേ നമഃ. ഓം കോമളൻ കൂജയൻ വേണം ശ്യാമളോയം കുമാരകം വേദവേദ്യം പരം ബ്രഹ്മ ഫാസതോം പുരതോ മമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഓം ശ്രീ വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 1 ഭഗവത് സ്വരൂപവും മഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം.
एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धे यदन्यत् तन्नो वाचा धिया वा भजति भजन शुद्रदैव स्फुटेयम् एते तावत् वैन्दो स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनं गुरुभवनपुराधीशमेवाश्रयाम सप्तं यत्तत्पराभ्याम् अपरिगलनतो निर्मलं तेन तावत् भूते भूतेन्द्रियैस्तेव प्रतिभविष श्रूयते व्यासवाक्यम् तत्सच्चित्ताद्यदच्छादितपरसुखचिद्रूपनिर्भासरूपम् तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहे ते निष्कम्बे नित्यपूर्णे निरवधि परमानन्दपीयूषरूपे निर्लीनानेकमुक्तावलि सुभगदमे निर्मल ब्रह्मसिन्धौ कल्लोलोलासुतुल्यं खल्विमलधरं सत्त्वमाहुस्तदात्मा कस्मानो निष्कलस्तं सकलैति वचत्वत्कलासेव भूमन् निर्व्यापारो विनिष्कारणमधुभजसे क्रियामीशनाख्यां तेनैवोदेदिलीन प्रकृतिरसति कल्पाभिकल्पादिकाले तस्या संशुद्धवंशं काम्यतमधिरोदायकं सत्त्वरूपं सत्त्वं धृत्वा ददासि समहिमविभवाकुण्डवैकुण्ठरूपं तत्ते प्रत्यग्रधाराधरललितकलायावलीकेलिकारं लावण्यसैकसारं सुहृदयनदृशं पूर्णपुण्यावतारं लक्ष्मी निश्चन्द्यलीला निलयनमृतस्यन्दसन्दोहमन्दा सिञ्जत् सञ्चिन्तगानावपरिनिकले मारुदागारनाथ कष्टादे सृष्टिज्येष्ठा भगदलभवगेदावहा जीवभाजा इत्येवं पूर्वमालोचितमचितमया नैव मध्याभिजाने नो चेजीवा कथं वा मधुरधरमिदन्तोद्भपुश्चिद्रसार्द्रम् नेत्रैशोस्त्रैषु पीत्वा परमरससूदामोदिभूरेरमेरन् नम्राणा सन्निधत्ते सततमविपुरैः सनभ्यर्थितानपि अर्थान् कामानजस्रं विदरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी भ्रूमभिलषति व्यर्थमर्तिप्रचोयम् कारुण्यात् काममन्यं ददति हरिवरे सात्मतस्तं विशेषात् ऐश्वर्यादीशदेन्ये जगति भरजने सात्मनोऽपीश्वरस्त्वं त्वय्युच्चैरारवन्ति प्रतिपदमधुरे चेतनास्फीतभाग्या त्वं चात्मा रामे वेतदिलगुणगणाधार शौरे नमस्ते ऐश्वर्यं शङ्कराधीश्वर विनियमनं विश्वतेजोहराणां तेजसंहारि वीर्यं विमलमभियशो निःस्पृहैचोपगीतम् अङ्गासङ्गा सदा श्रीरखिलविदुसिन क्वापि ते सङ्गवार्ता तद्वादाकारवासिं मुरकलभगवत् शब्दमुख्याश्रयोऽसि श्रीहरिये नमः श्रीगुरुवायूरप्पा शरणम्।